ഭാഗ്യവാനെ കണ്ടെത്തിയിരിക്കുന്നു. അല്പസമയം മുൻപാണ് ഭാഗ്യവാന് പുറത്തു വന്നിരിക്കുന്നത്, പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. വിശ്വംഭൻ എന്നാണ് പേര്. 72 വയസ്സുണ്ട്. നമുക്ക് അദ്ദേഹത്തിലേക്ക് പോകാം. സംഭവം അറിഞ്ഞ് ചാനലുകളൊക്കെ തന്നെ ഇറങ്ങിയിരിക്കുകയാണ്. ഭാഗ്യവാനെ കാണിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മത്സരവും ഇതിൻ്റെ ഇടയ്ക്ക് നടക്കുന്നുണ്ട്. അദ്ദേഹം എന്താണ് പറയുന്നത്, അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് പോകാം. ഭാഗ്യവാന്റെ കാര്യം ചേട്ടൻ തന്നെയാണ് വിജയം എങ്ങനെ മനസ്സിലായി ഭാഗ്യവാൻ ചേട്ടൻ തന്നെയാണെന്ന്? അത് എന്റെ ഏജന്റ് രണ്ടും ഇത് പിന്നെ എന്ത് പറ്റി ഇത്ര നേരം ചേട്ടൻ ഇത് ആരോടും പറഞ്ഞില്ലായിരുന്നു? ആരോടും പറഞ്ഞില്ല. ആരോടും പറഞ്ഞില്ല? ആരോടും പറഞ്ഞില്ല. ആരോടും പറഞ്ഞില്ല. ശരിയാകാതെ ചുമ്മാ ഇതിപ്പോ ബ്ലഡ് ആണോന്ന് അറിയില്ല. നമ്മള് രാത്രിയിൽ ആലപ്പുഴ അടിച്ചെന്ന് ഫോണിൽ കൂടെ കണ്ടു. ആലപ്പുഴയിൽ അടിച്ചത് രാത്രി ഫോണിൽ അടിച്ചത്. എങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ? സന്തോഷമായോ? സന്തോഷം തന്നെ. ആണോ? ഈ ഇന്നലെ നന്നായിട്ട് ഉറങ്ങിയോ ലോട്ടറി അടിച്ച ശേഷം? നല്ലോണം ഉറങ്ങി. പഴയനൊക്കെ സുഖമായിട്ട് ഉറങ്ങി. ഈ പൈസ എന്ത് ചെയ്യാനാ പരിപാടിന്? പൈസ ഇതിനൊക്കെ ചിലവുണ്ട്. വീട്ടിലൊക്കെ എല്ലാം വീടുമൊക്കെ ഒന്ന് സെറ്റപ്പ് ആക്കണം. അടിച്ച കാര്യം ആദ്യം പറഞ്ഞ ആരോടാ? വീട്ടുകാരുടെ ചേച്ചിയൊക്കെ ഉണ്ട്. പൈസ വിമുക്ത പഠനമാണല്ലോ, ഇന്ത്യ മുഴുവൻ കണ്ട ആളാണല്ലോ. പൈസ ചിലവാക്കാൻ ഐഡിയ ഉണ്ട്. നല്ല ഐഡിയ ഉണ്ടോ? ഉണ്ട്. ഇതിപ്പോഴേ ഇപ്പൊ കയ്യിലുള്ളത് ചെറിയ ഐഡിയ ഒന്നും ഇല്ലല്ലോ. വീടൊക്കെ ടിക്കറ്റ് എന്ത് ചെയ്ത് ബാങ്കിൽ കൊടുത്തോ? ബാങ്കുകാരൻ ചേട്ടനെ വട്ടമിട്ട് നിൽക്കുകയാണോ? ബാങ്കിൽ കൊടുക്കണോ? ചില്ലറ അടിയൊക്കെ അടിച്ചിട്ടുണ്ടോ? 5000 ഏറ്റവും കൂടുതൽ. അതെ, 5000 ഇനിയുണ്ട്. അത് മാറണം. ഷമ്മി ഇപ്പോഴും അദ്ദേഹം ലോട്ടറി അടിച്ച് അദ്ദേഹം എടുത്ത കൗണ്ടറിൽ തന്നെ കൊണ്ടുവന്ന് അടിച്ചതിനെ കുറിച്ച് അദ്ദേഹം നോക്കിയപ്പോഴാണ് അദ്ദേഹത്തിന് 1ാം സമ്മാനം അടിച്ച വിവരം അറിഞ്ഞത്. പെട്ടെന്ന് തന്നെ മാധ്യമങ്ങളൊക്കെ ഇവിടെ വന്ന് ഇപ്പോഴും അദ്ദേഹം ആ ഒരു വിശ്വാസത്തിലേക്ക് വന്നിട്ടില്ല. അദ്ദേഹം ടിക്കറ്റ് അടിച്ച് ആ ഒരു ത്രില്ലിൽ നിൽക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. അദ്ദേഹം സംസാരത്തിൽ പോലും ആ ഒരു ടെൻഷൻ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഷമി, ഷാജഹാൻ വലിയ തോതിൽ ആരാണ് എന്ന് അന്വേഷിച്ച് പോയിരുന്നു. പക്ഷേ ഇന്നലെ ഇദ്ദേഹത്തെ കിട്ടിയില്ല. ഒരു ദിവസം വൈകിയാണെങ്കിലും അദ്ദേഹം രംഗത്ത് വന്നിരിക്കുകയാണ്. അതെ, ഞാൻ ഇന്നലെ സൂചിപ്പിച്ചിരുന്നു ഷമ്മി. കാര്യം എന്തായാലും ടിക്കറ്റ് 10 ടിക്കറ്റിൽ ഒരാളാണ് ടിക്കറ്റ് എടുത്തിരിക്കുന്നത്, അതാണ് അടിച്ചിരിക്കുന്നത്. അദ്ദേഹം എന്തായാലും ഇന്നലെ പ്രത്യക്ഷപ്പെടത്തില്ല. അത് ബാങ്കിൽ കൊടുത്ത് സേഫായിട്ട് ഇന്നേ വരത്തുള്ളൂ എന്ന് ഞാൻ ഇന്നലെ സൂചിപ്പിച്ചിരുന്നു. അതുപോലെ തന്നെയാണ് അദ്ദേഹം ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ചേട്ടാ, എന്തൊക്കെയാണ് ഇനി അടുത്ത പ്ലാൻ? എന്താണ് പ്ലാൻ? ഇങ്ങനെ വീടൊക്കെ വെക്കണം. പൈസ എന്ത് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്? വീടൊക്കെ വെക്കണം. വീടൊന്നുമില്ലേ? പഴയ വീട്. ആരെങ്കിലും സഹായിക്കണമെന്നുണ്ടോ? ബാക്കി പൈസ എവിടെയുള്ള ആളാണ്? ആലപ്പുഴ എവിടെയുള്ള ആളാണ്? ഇല്ല, അതിനുള്ള ആൾക്കാർ നമുക്കുള്ളതിനേ ഉള്ളൂ. ഷമി, ഇദ്ദേഹമായി ലോട്ടറി കൗണ്ടറിനോട് അടുത്ത് തന്നെയുള്ള കക്ഷിയാണ്. ഈ പഴവീടെന്ന സ്ഥലത്താണ് ഒരു ഏജന്റാണ് ഇന്നലെ ഈ ടിക്കറ്റ് വിറ്റത്. അവിടെ തന്നെയുള്ള ആളാണ്. വിശ്വംഭൻ എന്നാണ് ഇദ്ദേഹം. വിമുക്ത ഭടനാണ്. അതൊരു ലോട്ടറി ഏജന്റിൻ്റെ ഇന്നലത്തെ ആ ലോട്ടറി ഏജന്റിൻ്റെ ഷോപ്പിലാണ് നമ്മൾ നിൽക്കുന്നത്. അതിന് തൊട്ട് സമീപത്ത് തന്നെയുള്ള ആളാണ് ഇദ്ദേഹം. വിമുക്ത ഭടനാണ്. 72 വയസ്സ് പ്രായമുണ്ട്. അദ്ദേഹം ടിക്കറ്റ് അടിച്ച ടെൻഷൻ ഇതുവരെ മാറിയിട്ടില്ല. ടെൻഷനില്ല. അതിൻ്റെ ടെൻഷൻ അത് ഞാൻ ഇന്ത്യ കംപ്ലീറ്റ് കണ്ടിട്ടുള്ള ആളാണ്. ഇന്ത്യ കംപ്ലീറ്റ് കടഞ്ഞാൽ ഇപ്പോൾ ഒരു 6-7 കോടി കയ്യിൽ കിട്ടുമല്ലേ? 12 കോടി. അപ്പം എല്ലാ ആൾക്കാരെയും കണ്ടിട്ട് വന്നിട്ടുള്ളൂ. ഇതിനൊക്കെ കൂടുതൽ ആളല്ല ലാത്തി ചാർജൊക്കെ അടി. ഭയമൊന്നുമില്ല. ഭയമൊന്നുമില്ല. കാശ് ബാങ്കിലിട്ടല്ലോ അല്ലേ? ബാങ്കിലിട്ടു. ഷാജഹാൻ വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്ന് ചോദിക്കൂ. എൻ്റെ SBI. വീട്ടിൽ ആരൊക്കെയാണോ ഉള്ളത്? അമ്മയും മക്കളൊക്കെ ഉണ്ട്. അമ്മയും മക്കൾ. എത്ര മക്കൾ? അമ്മയില്ല, മക്കൾ 2 പെൺകുട്ടികൾ. വേറെ വിവാഹം ചെയ്തു. അവരുടെ കുട്ടികളൊക്കെ പഠിക്കുന്നു. കുട്ടികൾ എന്ത് ചെയ്യുന്നു? അവർ പഠിക്കുക. മക്കളെ വിവാഹം ചെയ്ത് വിട്ടോ? വിവാഹം ചെയ്ത് വിട്ടു. ഓക്കെ. അപ്പോൾ വലിയ പ്രാരാബ്ദമൊന്നുമില്ല. അങ്ങനെയില്ല. ഇല്ല. അപ്പോൾ ഈ പൈസ നല്ലൊരു വീട് വെക്കണം. വീട്ടുകാരുടെയൊക്കെ പ്രതികരണം എങ്ങനെയായിരുന്നു? മക്കളുടെയും കൊച്ചുമക്കളുടെയും ലാട്ടറി അടിച്ചിട്ട് ആലപ്പുഴ വേണുഗോപാൽ വീടിൻ്റെ അവിടെ വീട്. ഇത് ലോട്ടറി അടിച്ച് കിട്ടിയ വീടാണെന്ന് അറിയണം. ഷമ്മി, ലോട്ടറി അടിച്ച് കിട്ടിയ വീടാണെന്ന് അറിയണം. അങ്ങനെ ഒരു ആഗ്രഹം മാത്രമേ ഉള്ളൂ. വീട്ടുകാരുടെയൊക്കെ പ്രതികരണം അങ്ങനെ? മക്കളൊക്കെ അറിഞ്ഞോ? അറിഞ്ഞു. പറഞ്ഞു. അവർ ഞാൻ പറയുന്ന പോലെ ഉള്ളൂ.
അത്രേ നമ്മൾ പട്ടാളം കളയത്തിലും അറിയാം ഒരു സിഗരറ്റ് ബീഡി പട്ടാളത്തിലായിരുന്നപ്പോഴും അങ്ങനെ തന്നെയായിരുന്നു. അതെ ആ പട്ടാളത്തിലായപ്പോൾ ഇച്ചിരി സിഗരറ്റും ബീഡിയും ഇച്ചിരി ഡ്രിങ്ക് അവിടെ കുടിക്കണം നിർബന്ധം. ഇപ്പം ഇവിടെ വരുമ്പോൾ ചെറുതായൊക്കെ കുടിക്കാറ് അത്രേ ഉള്ളൂ, എന്നാലും വഴക്കുന്നില്ല. എന്തായാലും ഷമ്മി വളരെ സന്തോഷത്തിലാണ് അദ്ദേഹത്തിന് ഭയമൊന്നുമില്ല, ടിക്കറ്റ് അടിച്ചതിൻ്റെ ആ ഒരു ടെൻഷനുമില്ല എന്നാണ് അദ്ദേഹം നമ്മോട് പങ്കുവെക്കുന്നത്. തീർച്ചയായും വിശ്വംഭരൻ ചേട്ടൻ വളരെ സന്തോഷത്തിലാണ്. മക്കളും കൊച്ചുമക്കളും ഒക്കെ ആയിട്ട് പൈസ കൃത്യമായി വിനിയോഗിച്ച് വീട്ടുകാർക്കും കൂടി അത് ഉപകാരപ്പെടട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം.